Okay, good. Now, നമ്മൾ ലൈഫ് സ്കിൽസ് പഠിക്കുന്നത് കാര്യം ഇത് വലിയ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഒന്നുമില്ല. സാധാരണ കോമൺ സെൻസ് നമുക്കുണ്ടെങ്കിൽ, സാധാരണ ബുദ്ധിയുള്ള ആൾക്കാർ ചിന്തിക്കുന്ന പോലെ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് സ്കിൽസ് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉത്തരങ്ങൾ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ ബിഹൈൻഡ് ഈച്ച് ആൻഡ് എവറി കോൺസെപ്റ്റ് ദർ ആർ സർട്ടൻ പ്രിൻസിപ്പിൾസ്. ഓക്കെ, നമുക്കിപ്പം നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി ലേൺ ചെയ്യുന്ന കാര്യങ്ങൾ അത് അതേപോലെ അങ്ങ് പിന്നീട് ഒരു സിറ്റുവേഷൻ വരുമ്പം അതെടുത്ത് അങ്ങ് ഉപയോഗിക്കുക ചെയ്യുന്നത്. അന്നേരം അത് പ്രിൻസിപ്പിൾസ് ഒന്നും ചിന്തിക്കുന്നൊന്നുമില്ല. ഓക്കെ, ഇറ്റ് നോസ് എക്സാക്ട്ലി വെയർ ടു യൂസ് വാട്ട് വെൻ എ പർട്ടിക്കുലർ സിറ്റുവേഷൻ ഒക്കേഴ്സ്. എസ്പെഷ്യലി ആ സിറ്റുവേഷൻസിൽ കൂടെ നമ്മൾ നേരത്തെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി അന്ന് വർക്ക് ചെയ്ത സൊല്യൂഷൻ എന്തായിരുന്നോ അതിനെ തന്നെ അങ്ങ് അഡാപ്റ്റ് ചെയ്ത് യൂസ് ചെയ്യും. ഓക്കെ, എന്നാൽ നമുക്ക് പരീക്ഷ എഴുതുമ്പം നമുക്ക് എന്റെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് വി നീഡ് ടു ലേൺ സർട്ടൻ കോൺസെപ്റ്റ്സ് ബിഹൈൻഡ് ഓർ ദ പ്രിൻസിപ്പിൾസ് behind the concepts that we use automatically in our daily life. അതിനെയാണ് ലൈഫ് സ്കിൽസ് ആയിട്ട് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ലൈഫ് സ്കിൽസ് എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ മാത്രമേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഓരോ കാര്യങ്ങളും ഉപയോഗിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ചെയ്യണം. അവരോര് ചെയ്യേണ്ട കാര്യമാണ്. ഇറ്റ് കനോട്ട് ബി ആക്ച്വലി ഇറ്റ് കനോട്ട് ബി ടോട്ട്. യു ഹാവ് ടു അക്വയർ ദ സ്കിൽ. സ്കിൽ എങ്ങനെയാ അക്വയർ ചെയ്യുന്നത്? ചെയ്തു പരിചയപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ എക്സ്പീരിയൻസസിലൂടെയാണ് സ്കില്ല് നേടിയെടുക്കുന്നത്. ഓക്കെ, മറ്റേത് കുറെ തിയറിയാണ്. നമ്മൾ വി ആർ ലേണിംഗ് സർട്ടൻ കോൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ്. അത് നമുക്ക് ബുദ്ധിയിൽ അറിയാം, പക്ഷെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യമാണ്. ഓക്കെ, സോ ഇഫ് എനിത്തിങ് ഇസ് നോട്ട് ക്ലിയർ, നിങ്ങൾ ഞാനിപ്പം എൻ്റെ എന്താ പറയാ പ്രസന്റ് ചെയ്യുന്ന സ്ക്രീനിലേക്ക് വന്നു. അതുകൊണ്ട് എനിക്കിനി നിങ്ങൾ ഇഫ് യു റേസ് എ ഹാൻഡ് ഓർ ടൈപ്പ് എ കമന്റ് ഐ വിൽ നോട്ട് ബി ഏബിൾ ടു സീ ഇറ്റ്. Okay, so hereafter if you want to say anything you have to unmute your mic and speak. Only then I will be able to hear what you are saying. Okay, now ഞാൻ സബ്ജക്റ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ലൈഫ് സ്കിൽസിൽ ഇറ്റ് ഈസ് എ ഹ്യൂമാനിറ്റേറിയൻ സബ്ജക്ട്. HUN എന്ന് വെച്ചാൽ ഹ്യൂമാനിറ്റീസിൽ വരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ഫോർ എവ്രിബഡി ലൈഫ് സ്കിൽസ് ഇസ് എ റിക്വയർമെന്റ്. ഓക്കെ, സാധാരണ ഇതിൽ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കൂട്ടുകുടുംബത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും അല്ലെങ്കിൽ നമ്മുടെ പേരൻസും അങ്കിളും ആന്റിയും എല്ലാവരും കൂടെ ചേർന്ന് കസിൻസും ഒക്കെ കൂടെ ചേർന്നുള്ള ജീവിതത്തിൽ തന്നെത്താനെ പഠിക്കുന്ന കാര്യങ്ങളാണ് ഈ ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നത്. ഇന്ന് അതല്ല സാഹചര്യം. അപ്പനും അമ്മയും മക്കളും മാത്രം ജീവിക്കുന്ന കുടുംബങ്ങളാണ് അധികവും. അതിൽ തന്നെ അപ്പനും ജോലി ഉണ്ടാവും, അമ്മയ്ക്കും ജോലി ഉണ്ടാവും. ആർക്കും കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാനായിട്ട് ടൈം പോരാ. പിന്നെ ബേസിക് നെസസിറ്റീസ് ഒക്കെ കൊടുത്ത് ടൈമൊക്കെ കുറച്ചൊക്കെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ അങ്ങ് നമ്മൾ അസ്യൂം ചെയ്യാണ് ദാറ്റ് കുട്ടികൾ ഓട്ടോമാറ്റിക്കലി ലൈഫിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ സാഹചര്യം വെച്ച് നോക്കുമ്പം വി നീഡ് സംതിങ് ലൈക്ക് ദിസ്. അത് സ്കൂൾ, എൻ്റെ അഭിപ്രായം ഇത് പഠിപ്പിക്കേണ്ടത് എഞ്ചിനീയറിംഗ് കോളേജ് ലെവലിലല്ല. ഇത് പഠിപ്പിക്കേണ്ടത് KG1 തൊട്ട് സ്കൂളിലാണ് ഇത് പഠിപ്പിക്കേണ്ടത്. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഇംബൈബ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ജീവിതത്തിൽ പ്രായോഗികമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം നൗ യു ആർ അറൌണ്ട് 17-18 years old. ഈ ഒരു പ്രായത്തിൽ കുറെയൊക്കെ നമ്മൾ ഫിക്സ്ഡാ, നമ്മുടെ ക്യാരക്ടർ കുറെയൊക്കെ ഫിക്സ്ഡാ. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതും നമുക്ക് ആഗ്രഹം വേണം എനിക്കിത് ചേഞ്ച് ചെയ്യണം എന്ന്. അല്ലാതെ ഈ ഒരു പ്രായത്തിൽ നമ്മളോട് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാനായിട്ടൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ബട്ട് ഇറ്റ്സ് നോട്ട് ഇംപോസിബിൾ. വി ക്യാൻ അക്വയർ സ്കിൽസ്. ഇതൊരു സ്കില്ലാണ്. ജസ്റ്റ് ലൈക്ക് എനി അതർ സ്കിൽ വി ക്യാൻ അക്വയർ സ്കിൽസ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ജീവിതത്തിൽ ആവശ്യമുള്ള പല കാര്യങ്ങളും വി വിൽ ഡിസ്കസ് ത്രൂ ദ കോഴ്സ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ പ്രൊഫഷണൽ സക്സസ്
പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ സക്സസിന് ആവശ്യമായ പ്രിൻസിപ്പിൾസ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ആൻഡ് ഈ ഡിസ്കസ് ചെയ്യുമ്പം ചില കാര്യങ്ങൾ നമുക്ക് there are certain steps which we can follow to bring about success. ഓക്കെ, സോ അതാണ് ഈ പർട്ടിക്കുലർ കോഴ്സും കൊണ്ട് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ AICTE ഉദ്ദേശിക്കുന്നത്. AICTE നമ്മുടെ ഓൾ ഇന്ത്യ ബോർഡാണ് ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. സോ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിസൈഡ് ചെയ്തിരിക്കുന്ന കുറെ കോഴ്സുകളാണ് ഇത്. നിങ്ങൾക്ക് എല്ലാ സെമസ്റ്ററിലും ഉണ്ട്. എല്ലാ സെമസ്റ്ററിലും ഇതുപോലെ ഓൾ ഇന്ത്യ കൗൺസിൽ പറയുന്ന ഓരോ കോഴ്സുകളുണ്ട്. നോൺ ക്രെഡിറ്റഡ് കോഴ്സ് ആണ് ഇത്. നോൺ ക്രെഡിറ്റഡ് കോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മാർക്ക് നിങ്ങൾക്ക് കൂടുതലോ കുറയോ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ക്രെഡിറ്റ് കൂടുതലോ കുറയോ ചെയ്യുന്നില്ല. ഓക്കെ, ബിക്കോസ് ദർ ഇസ് നോ ക്രെഡിറ്റ് ഫോർ ദിസ് കോഴ്സ്. ഈ കോഴ്സ് കമ്പൽസറി കോഴ്സ് ആണ്, പാസ്സാവണം. പാസ്സായില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി കിട്ടൂല. ഓക്കെ, ആൻഡ് നിങ്ങൾ ഈ ആദ്യത്തെ ഭാഗത്ത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ LTP എന്ന് എഴുതിയിട്ടുണ്ട്. L is lecture hours എത്ര എണ്ണം ഉണ്ടെന്നും, T is tutorial hours എത്ര എണ്ണം ഉണ്ടെന്നും, P is practical hours എത്ര എണ്ണം ഉണ്ടെന്നുമാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും 2 ലെക്ചർ ക്ലാസ്സുകളും 2 പ്രാക്ടിക്കൽ ക്ലാസ്സുകളുമാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, ശരിക്കും ഈ ലൈഫ് സ്കിൽസ് ഓൺലൈൻ വഴി പഠിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് നിങ്ങളുടെ മുഖം കണ്ട്, നിങ്ങളുടെ ആക്ഷൻസ്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ശരിക്കും നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ, നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം. ബട്ട് ബിക്കോസ് വി ഹാവ് നോ ഓപ്ഷൻ, ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. ബട്ട് ത്രൂ ഔട്ട് ദ 8 സെമസ്റ്റേഴ്സ്, 8 സെമസ്റ്ററുകളിലും ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ് ഈ സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. സോ ഐ വിൽ ഓഫ് കോഴ്സ് സേ ദാറ്റ് ഇത് നിങ്ങൾ ഓർത്തിരിക്കണം, ഇത് ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യം വരുന്നതാണ്, ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അന്നേരം നിങ്ങൾ അത് നോട്ട് ചെയ്ത് ആ പർട്ടിക്കുലർ കാര്യങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് ഉപയോഗിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മുടെ സിലബസ് ഇൻട്രൊഡ്യൂസ്, ഈ പർട്ടിക്കുലർ സിലബസ് ഇതിനു മുമ്പ് 2015 സിലബസിൽ 3rd സെമസ്റ്ററിലും 4th സെമസ്റ്ററിലും ആയിരുന്നു ലൈഫ് സ്കിൽസ് ഉണ്ടായിരുന്നു. ആ സിലബസ് ഡിഫറെന്റ് ആയിരുന്നു. ഈ സിലബസ് 2019 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ദാറ്റ് ഇസ് ലാസ്റ്റ് ഇയർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. സോ ദിസ് വിൽ ബി ദർ പ്രോബ്ലി ഫോർ 2 or 3 years. ഓക്കെ, ഇത് പഠിക്കാനായിട്ട് പ്രത്യേകിച്ച് പ്രീ റിക്വസിറ്റ്സ് ഒന്നും ഇല്ല. നൗ വാട്ട് ആർ കോഴ്സ് ഔട്ട്കംസ്? ഈ പർട്ടിക്കുലർ കോഴ്സ് പഠിച്ചു കഴിയുമ്പം നിങ്ങൾ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ അക്വയർ ചെയ്യണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഈ കോഴ്സ് ഔട്ട്കം എന്ന് പറഞ്ഞ് എഴുതിയിട്ടിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് കോഴ്സ് ഔട്ട്കം CO1 ഇസ് ഡിഫൈൻ ആൻഡ് ഐഡന്റിഫൈ ഡിഫറെന്റ് ലൈഫ് സ്കിൽസ് റിക്വയർഡ് ഇൻ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ്. അപ്പം ഫസ്റ്റ് നമ്മൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഓരോ ലൈഫ് സ്കില്ലും എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനും പറ്റണം, അതെന്താണ് എന്ന് ഡിഫൈൻ ചെയ്യാൻ, എന്ന് വെച്ചാൽ അതെന്താണ് ഷോർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും പറ്റണം. ഓക്കെ, സോ ദാറ്റ് ഇസ് CO1. Then you have CO2, develop an awareness of the self, എന്ന് വെച്ചാൽ നമ്മളെ കുറിച്ച് തന്നെ നമുക്കൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. നമുക്ക് നമ്മളെ കുറിച്ച് ഒരു ബോധ്യം, എനിക്ക് ഇന്നത് പറ്റും, ഇന്നത് പറ്റത്തില്ല. ഓക്കെ, ദീസ് ആർ മൈ പോസിറ്റീവ് ക്വാളിറ്റീസ് ആൻഡ് ദീസ് ആർ മൈ നെഗറ്റീവ് ക്വാളിറ്റീസ്. ഏത് കാര്യങ്ങളാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടത്, ഏത് കാര്യങ്ങളാണ് എനിക്ക് ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനത്തെ ഒരു അവയർനെസ് നമ്മളെ കുറിച്ച് തന്നെ നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ അത് ഡെവലപ്പ് ചെയ്യണം. ആൻഡ് അപ്ലൈ വെൽ ഡിഫൈൻഡ് ടെക്നീക്സ് ടു കോപ്പ് വിത്ത് ഇമോഷൻസ് ആൻഡ് സ്ട്രെസ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഈ പഠിക്കാനായിട്ട് കോളേജിൽ തുടങ്ങിയിട്ടില്ല. വെൻ യു കം ടു കോളേജ് യു വിൽ സീ ദാറ്റ് ഇപ്പൊ നിങ്ങൾ വീട്ടിൽ ഇരുന്നാണ് പല കാര്യങ്ങളും പഠിക്കുന്നത്. ഇതുവരെ പഠിച്ച +2 വരെ ഉള്ള കാര്യങ്ങളല്ല ഇനി നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഈവൻ ഫോർ മാത്സ് ഓർ ഫിസിക്സ്, കെമിസ്ട്രി, ഇപ്പൊ ഫസ്റ്റ് ഇയറിൽ ഒത്തിരി സബ്ജക്ട്സ് നിങ്ങൾക്ക് ഫെമിലിയർ ഗ്രൗണ്ടാ. പക്ഷേ വൺസ് യു കം ടു ദ സെക്കൻഡ് ഇയർ, 3rd semester തൊട്ട് you're going to be on completely new ground. You're only using certain concepts from your physics and chemistry and maths and all those things. Okay, so നമ്മൾ application level ലേക്ക് ആണ് വരുന്നത്. It's a totally different scenario from
your school level. ഇത് മാത്രമല്ല, ഇതുവരെ നിങ്ങളുടെ ടീച്ചേഴ്സ് ആണ് the responsible party to see whether you have studied or not. അവരാണ് നിങ്ങളെ ടെസ്റ്റ് ഇട്ടും ഉപദേശിച്ചും വഴക്ക് പറഞ്ഞും ഇമ്പോസിഷൻ തന്നും ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവര് നിങ്ങളെ പഠിപ്പിച്ചെടുക്കുക, മാർക്ക് നിങ്ങൾ മേടിക്കുന്നത് വരെ നിങ്ങളുടെ പുറകെ നടക്കുക എന്നുള്ളത് ടീച്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. നൗ ഇറ്റ് ഹാസ് ഷിഫ്റ്റഡ്. വി നോ ലോങ്ങർ will be behind you to study. എല്ലാ ടീച്ചേഴ്സും ചെയ്യുന്നത് പോലെ ഉപദേശിക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യും. ബട്ട് ഇഫ് യു ഡിസൈഡ് യു ആർ നോട്ട് ഗോയിങ് ടു സ്റ്റഡി, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ചെയ്യത്തില്ല എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്താൽ ആരും പുറകെ നടക്കാൻ പോകുന്നില്ല. അവനവന്റെ കാര്യം അവനവൻ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ജനറൽ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്. ഓക്കെ, നൗ me as a teacher, I have been a school teacher also for 7 years. I have taught in different levels of, education. ഞാൻ ഡിഗ്രി ലെവലിൽ പഠിപ്പിച്ചിട്ടുണ്ട്, സ്കൂൾ ലെവലിൽ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ കോളേജ് ലെവൽ എഞ്ചിനീയറിംഗ് ലെവലിലും പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നോക്കുന്നത് സ്റ്റുഡന്റിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നാണ് ഞാൻ നോക്കുന്നത്. ഇഫ് യു ബിഹേവ് ലൈക്ക് സ്കൂൾ ചിൽഡ്രൻ, I will treat you like school children. I have no difficulty in that. If you behave like college students, then I will treat you like college students. It's as simple as that. Okay? അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പൊ എനിക്ക് നിങ്ങളുടെ പേരൻസിനെ വിളിച്ചു വരുത്തണമെങ്കിൽ എനിക്ക് വിളിച്ചു വരുത്താൻ യാതൊരു മടിയുമില്ല. നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ പേരൻസിനോട് സംസാരിക്കണമെങ്കിൽ അത് ചെയ്യാനും എനിക്ക് മടിയില്ല. ഇനിയല്ല നിങ്ങളെ ഉപദേശിച്ചാണ് നന്നാക്കേണ്ടതെങ്കിൽ അത് ചെയ്യാനും എനിക്ക് മടിയില്ല. ഇനി വഴക്ക് പറഞ്ഞേ നിങ്ങൾ അടങ്ങുമെങ്കിൽ അത് ചെയ്യാനും എനിക്ക് മടിയില്ല. അപ്പൊ ഓരോ സ്റ്റുഡന്റിന്റെ ഇൻഡിവിജ്വൽ ബിഹേവിയർ അനുസരിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. S1 കാണുന്ന മുഖമായിരിക്കത്തില്ല നിങ്ങൾ അഫ്കോഴ്സ് S7 S8 എത്തുമ്പം കാണുന്നത്. നിങ്ങളുടെ പ്രായം കൂടുന്നത്, നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങളോടുള്ള അപ്രോച്ചും ചേഞ്ച് ചെയ്യും. കാരണം ഇപ്പൊ S7 കുട്ടികളെ ഞാൻ S3 പഠിപ്പിച്ചതാ ലൈഫ് സ്കിൽസ്. പക്ഷെ S7 ഞാൻ അവരെ പഠിപ്പിക്കുമ്പം S3 പഠിപ്പിച്ചതുപോലെ അല്ല ഞാൻ പഠിപ്പിക്കുന്നത്. കാരണം അവർ വലിയ കുട്ടികളായി. ഇനി അവരുടെ പുറകെ നടന്ന് അവരെ അടിച്ചു പിടിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. വേണമെങ്കിൽ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ വേണ്ട എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. Okay, so that is how I will be approaching. So even though I am telling you the general attitude in the engineering college education, don't think that that is how all teachers will behave. Okay, ഓരോരുത്തർക്കും അവരുടേതായ ഒരു ശൈലിയുണ്ട് പഠിപ്പിക്കാനായിട്ട്, പിള്ളേരുമായിട്ട് ഡീൽ ചെയ്യാനായിട്ട്. അവർ ആ രീതിയിലായിരിക്കും ചെയ്യുന്നത്. ബട്ട് ഇൻ ജനറൽ ഡോണ്ട് എക്സ്പെക്ട് ദാറ്റ് ഞങ്ങൾ നിങ്ങളുടെ പുറകെ നടന്ന് നിങ്ങളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കും എന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. അതല്ല എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ. You have to take responsibility for your studies. Okay, ഇനി അങ്ങനെ വരുമ്പം വലിയൊരു ഷിഫ്റ്റ് ആണ്. അപ്പൊ പലരും പല രീതിയിലാണ്, സ്ട്രെസ് ഉണ്ടാവും, പല ഇമോഷൻസ് ഉണ്ടാവും. ഇതൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്, ഇപ്പൊ നിങ്ങൾ വീട്ടിൽ തന്നെയാ, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ഫുഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന, ക്ലൈമറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, കൾച്ചർ ഓഫ് ദ കോളേജ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ബുദ്ധിമുട്ടുണ്ടാവും. ഇതൊക്കെ കോപ്പ് ചെയ്യാനായിട്ട് there are some well-defined techniques. ആ ടെക്നിക്സ് ഈ ലൈഫ് സ്കിൽസ് ക്ലാസ്സിലൂടെ ഞങ്ങൾ പറഞ്ഞു തരും. ബട്ട് യു മേ നോട്ട് ബി ഏബിൾ ടു യൂസ് ഇറ്റ്. വി ഓൾസോ ഹാവ്, നിങ്ങളോട് ഡ്യൂറിങ് അവർ കോളേജ് ഫെസിലിറ്റീസ് ടോക്ക് ഡോക്ടർ ലീന മേരി ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിരുന്നു that we have got a counselor in our college, both for staff as well as for students. കാരണം രണ്ടു കൂട്ടർക്കും ഒരേപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പം ഷീ ഈസ് എ ക്വാളിഫൈഡ് പേഴ്സൺ ഹൂ വിൽ കീപ് your whatever you speak to her, it will be kept confidential. It will not be revealed even to your parents or to your teachers. നിങ്ങളുമായിട്ട് മാത്രമായിരിക്കും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. And she will try to help you in whatever way she can. If she is not able to help you, she will of course refer you for professional help. ഓക്കെ, അപ്പം ഈ കൗൺസിലിങ്ങിന്റെ ചാർജും ഇപ്പോ തൽക്കാലം എനിക്കാണ്. അപ്പം ഓരോ വർഷം മാറും ചാർജ്. സോ ഫോർ ദ പാസ്റ്റ് 3 years ഇറ്റ് ഹാസ് ബീൻ വിത്ത് മീ. ഓക്കെ, സോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ, അത് സാധാരണ കോളേജിൽ വരുമ്പോഴാണ് കുട്ടികൾക്ക് അങ്ങനത്തെ ഒക്കെ ഹെൽപ്പ് വേണ്ടി വരാറ്. സോ യു ആൾ ആർ ഫ്രീ ടു കോപ്പ് വിത്ത് go attend counseling if you feel that you're not able to cope with your studies or your education or whatever you require.
Okay, and we also as teachers, we do take appointments with her. Okay, now CO3 എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് explain the basic mechanics of effective communication and demonstrate these through presentations. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു CO ആണ്. ഐ വിൽ ക്രമേണ നമുക്ക് ക്ലാസ് ഒക്കെ കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ സീനിയേഴ്സ് കുറച്ചുപേരെ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ തന്നെയാണ്, എന്റെ ബാച്ച് ആയിരുന്നു. നിങ്ങൾക്ക് മുമ്പ് ഞാൻ സ്റ്റാഫ് അഡ്വൈസർഷിപ്പ് ഉണ്ടായിരുന്ന ബാച്ച് ആയിരുന്നു. അവര് വരാനായിട്ട് തയ്യാറാണ്, നിങ്ങളോട് സംസാരിക്കും. കമ്മ്യൂണിക്കേഷനും പ്രസന്റേഷൻ സ്കിൽസും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ജോലിക്ക് കയറി കഴിയുമ്പോൾ. ഓക്കെ, അഫ്കോഴ്സ് സ്കൂൾ ലെവലിലും ഇത് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ പോലും ഇഫ് സം പീപ്പിൾ ഹാവ് ഗോട്ട് എ ലിറ്റിൽ ഡിഫിക്കൽട്ടി ഇൻ സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ്, ഫ്ലുവന്റ് ഇംഗ്ലീഷ്, ഞങ്ങൾ അത്രയ്ക്ക് അങ്ങ് ഗ്രാമറോ അത്രയ്ക്ക് അങ്ങ് നിങ്ങളുടെ വൊക്കാബുലറിയോ ഒന്നും കറക്റ്റ് ചെയ്യോ എടുക്കുകയോ ഒന്നും ചെയ്യാറില്ല. ബിക്കോസ് ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. പക്ഷെ ജോലിക്ക് കയറി കഴിയുമ്പം ദിസ് ബിക്കംസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം അവിടെ എല്ലാവരും മലയാളികളായിരിക്കില്ല. ഓക്കെ, അപ്പം ഇഫ് യു തിങ്ക് ദാറ്റ് യു ക്യാൻ പ്രസന്റ് സംതിങ് ഇൻ മലയാളം, ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക് ഔട്ട്. കാരണം അതൊരു ഗ്ലോബൽ കമ്മ്യൂണിറ്റി ആയിരിക്കും. ഇന്ത്യയിലെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ഉള്ള ആൾക്കാർ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇന്ത്യയിൽ മാത്രമല്ല, ഇപ്പോൾ വി ഹാവ് ഗോട്ട് എ ഗ്ലോബൽ കമ്മ്യൂണിറ്റി. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ മലയാളമോ ഹിന്ദിയോ നിങ്ങൾക്ക് അറിയാവുന്ന ഇന്ത്യൻ ഭാഷകൾ ഉപയോഗിച്ച് ചിലപ്പം കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. യു വിൽ ഹാവ് ടു യൂസ് എ കോമൺ ലാംഗ്വേജ് ആൻഡ് ദാറ്റ് അറ്റ് പ്രസന്റ് ഇസ് ഇംഗ്ലീഷ്. ഓക്കെ, ഈവൻ വെൻ ഐ സേ ദാറ്റ് ഐ നോ സീനിയർ, ഞാൻ പഠിപ്പിച്ച കുട്ടികൾ തന്നെ ജർമ്മനിയിൽ ജോലി ചെയ്യുന്നവർ, ഫ്രാൻസിൽ ജോലി ചെയ്യുന്നവർ, ഇതുപോലെ കാനഡയിൽ പോയി ഫ്രാൻസ് സ്പീക്കിംഗ് ഏരിയയിൽ ജോലി ചെയ്യുന്നവർ, അങ്ങനത്തെ ഫ്രഞ്ച് സ്പീക്കിംഗ് ഏരിയയിൽ ജോലി ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട്. സോ ഈവൻ ദോ വി ഇൻസിസ്റ്റ് ഓൺ ഇംഗ്ലീഷ്, യു മേ ഹാവ് ടു ലേൺ എ ന്യൂ ലാംഗ്വേജ് വെൻ യു ഗോ ടു വാട്ട് എവർ പ്ലേസ് യു ആർ ഗോയിങ് ടു വർക്ക് ഇൻ. അപ്പൊ നമ്മുടെ മൈൻഡ് എപ്പോഴും പഠിക്കാനായിട്ട് സജ്ജമായിരിക്കണം. whether it is language that you are studying or new technical topics that you are studying, ഏത് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാനും നമ്മുടെ മൈൻഡ് റെഡി ആണെങ്കിൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ആൻഡ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ സക്സസ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ത്രൂ ഔട്ട് അവർ 8 year semesters you will be having small presentations and group discussions and things like that. So അവിടെയൊക്കെ നിങ്ങൾക്ക് ഈ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ നേടിയെടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി CO4, another very important objective or for you outcome, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ടേക്ക് പാർട്ട് ഇൻ ഗ്രൂപ്പ് ഡിസ്കഷൻസ്. ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മളൊരു ടീമിൽ വർക്ക് ചെയ്യുമ്പം നമ്മൾ ഈ ഗ്രൂപ്പ് ഡിസ്കഷൻസിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ആശയങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടീമിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആൻഡ് അറ്റ് പ്രസന്റ് ഇൻ എവറി ജോബ് സിനാരിയോ വി ഹാവ് ടു വർക്ക് ഇൻ ടീംസ്. ദർ ആർ നോ ലോണേഴ്സ്. ഒരാൾ മാത്രം ഭയങ്കര മിടുക്കനായിരിക്കും, അവൻ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, അവൻ പറയുന്ന ആർക്കും മനസ്സിലാവുന്നില്ല. ആ ഒരു കണ്ടീഷനിൽ ജോലി ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് യുവർ എഞ്ചിനീയറിംഗ്. ഇതിനും എസ്പെഷ്യലി അവസാനം പ്ലേസ്മെന്റ് വരുന്ന സമയത്ത് ഗ്രൂപ്പ് ഡിസ്കഷൻ വളരെ എംഫസൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ S7-ലും S8-ലും ഇത് വളരെ എംഫസൈസ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ KTUവിന്റെ സിലബസിൽ പല സെമസ്റ്ററുകളിൽ പല രീതിയിൽ ഇതൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ലൈഫ് സ്കിൽസ്. ഓക്കെ, സോ ഹിയർ ഐ വിൽ നോട്ട് ബി ആസ്കിങ് യു ടു പ്രസന്റ് ഓർ ഡിസ്കസ് ടെക്നിക്കൽ ടോപ്പിക്സ്. ജനറൽ ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനും പ്രസന്റ് ചെയ്യാനും ഒക്കെ പറയുന്നത്. പക്ഷേ once first year is over, then you will be asked to do the same for technical topics. Okay, so I'll give you guidelines. Of course ഇപ്പോഴേ തന്നെ ഗൈഡ്ലൈൻസ് ഒക്കെ തന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ആരും ഓർക്കാറില്ല. അവസാനം നിങ്ങൾ ആക്ച്വലി പ്രസന്റ് ചെയ്യുമ്പോൾ ഞാൻ തന്നെ ആയിരിക്കും അവിടെ ഇരിക്കുന്നത് നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്. അന്നേരം ഞാൻ ചോദിക്കേണ്ട ഗതികേട് വരും, ഇത് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തന്നതല്ലേ. എല്ലാ വർഷവും ഉണ്ടാവാറുള്ളതാണ്. അതുകൊണ്ട് പുതിയതൊന്നും ഞാൻ ഇപ്പം പ്രതീക്ഷിക്കുന്നില്ല. കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ ലൈഫ് സ്കിൽസ് എന്നുള്ളത് ഞാൻ തന്നെയാണ് എടുക്കുന്നത്. ഇനി അടുത്തത് is CO5. Again, very important both in life as well as in your professional job
scenario. Okay, use appropriate thinking and problem solving techniques to solve new problems. ഒരു എഞ്ചിനീയറിന് ഈ ഒരു ക്വാളിറ്റി ഇല്ലാതെ അവൻ എഞ്ചിനീയർ ആണെന്ന് അവകാശപ്പെടാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, യൂസ് അപ്രോപ്രിയേറ്റ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട്. ഓക്കെ, ഒരു പ്രോബ്ലം കൈ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ എല്ലാ വശങ്ങളും ചിന്തിച്ച് മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്ത്, നമുക്ക് അറിയാൻ വയ്യാത്ത ഏരിയകൾ ഉണ്ടെങ്കിൽ മറ്റ് എക്സ്പേർട്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് അതിനാവശ്യമായ സൊല്യൂഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു എഞ്ചിനീയറിന്റെ ടാസ്കാണ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഇസ് ജനറലി ഒരു ബ്ലാങ്കറ്റ് ടേം ആയിട്ട് പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത്. Okay, so this is another outcome that is expected from learning life skills. Next is CO6. Understand the basics of teamwork and leadership. Again, required for your professional life. അപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ആദ്യത്തെ രണ്ടെണ്ണമാണ് ജനറൽ ലൈഫിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ഔട്ട്കംസ് എന്ന് പറയുന്നത്. ബാക്കി 4 ഔട്ട്കമും നിങ്ങൾക്ക് പ്രൊഫഷണൽ, അഫ്കോഴ്സ് ഓൾ ഈ പഠിക്കുന്ന സ്കില്ലുകളെല്ലാം നിങ്ങൾക്ക് ജീവിതത്തിലും ഉപയോഗപ്രദമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ബട്ട് ദി 4 ഫ്രം 3 to 6, ആ 4 ഔട്ട്കംസ് is specifically aiming for your professional success. ഓക്കെ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തേലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോ. Any doubts about the outcomes? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല എന്ന് ഞാൻ അസ്യൂം ചെയ്യാണ്. Can you hear me? No ma'am, no doubts. No doubts. Okay, fine. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഞാൻ നിങ്ങൾ നേരിട്ട് കാണുമ്പം പറഞ്ഞു തരണം എന്ന് വിചാരിച്ച ഒരു കാര്യമാണ്. പക്ഷേ now I have no idea when we'll be seeing, face to face. ഇത് COSനെ പ്രോഗ്രാം, നിങ്ങൾക്ക് ഈ ഒരാഴ്ച ഇൻഡക്ഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ, അന്നേരം ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സിനെ കുറിച്ച് സെഷൻ ഉണ്ടായിരുന്നോ? POs, പ്രോഗ്രാം ഔട്ട്കംസ്, ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സിനെ കുറിച്ച് സെഷൻ ഉണ്ടായിരുന്നോ? ആരും ഉത്തരം പറയുന്നില്ലല്ലോ. എല്ലാവരും അറ്റൻഡ് ചെയ്തില്ല ഇല്ലേ? അതല്ലേ ഉത്തരം ഇല്ലാത്തത്. നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്നുള്ള കാര്യം. എല്ലാ സെഷനും അറ്റൻഡ് ചെയ്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തായിരുന്നോ? It's a long topic and I don't want to waste time if you have already, attended a session. I don't think so ma'am. You don't think so? Okay, thank you. ആരെങ്കിലും ഒരാൾ റിപ്ലൈ ചെയ്യണം, നമ്മുടെ ടൈം പോകുന്നില്ലെങ്കിൽ കേട്ടോ. Okay, now can you see, now I'm going to change the slide. 1 second. Okay, can you see graduate attributes of the MBA? Yes ma'am. Can you see my screen? Yes ma'am. Okay. Yes ma'am. Now Yes. there are 12 graduate okay, thank you. There are 12 graduate attributes for engineering. Okay, and this is it's general for all engineering. You will find these 12 graduate attributes. This is not something that is only for India or only for our particular college or course. For any engineering course, these are the 12 graduate attributes. Now what is graduate attribute? 1 minute. Englishil samsarichal manasilagatha ആരെങ്കിലും ഉണ്ടെങ്കിൽ you need to stop me and tell me that you do not understand. Sorry. നിങ്ങൾ എന്നോട് പറയണം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് കേട്ടോ. ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന്. ബിക്കോസ്
engineering education is in English. So ഞാൻ മിക്കവാറും നിങ്ങളോട് ഇംഗ്ലീഷിലായിരിക്കും സംസാരിക്കുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഞാൻ മലയാളത്തിൽ എടുത്ത് പറയുള്ളൂ. അപ്പൊ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് നേരത്തെ പറയുകയാണെങ്കിൽ ഐ ക്യാൻ അതിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മലയാളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, നൗ ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് 12 എണ്ണമാണ്. എല്ലാ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും ഇത് കോമൺ ആണ്. ഓക്കെ, നമ്മൾ ഓരോ കോഴ്സ് പഠിക്കുമ്പോഴും ദ എയിം ഇസ് ഈ കോഴ്സിലൂടെ ഈ പറയുന്ന 12 ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സിൽ ഏതെങ്കിലും ഒക്കെ നമ്മൾ കുറേശ്ശെ പഠിച്ചെടുക്കണം എന്നുള്ളതാണ് നമ്മുടെ എയിം. അതിൽ ആദ്യത്തെ 5 എണ്ണം പ്യൂർലി ടെക്നിക്കലാണ്. എന്ന് വെച്ചാൽ നമ്മുടെ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള മാത്രം കാര്യങ്ങളാണ് ആദ്യത്തെ 5 എണ്ണം. ആദ്യത്തേത് എഞ്ചിനീയറിംഗ് നോളജ്. അപ്ലൈ ദ നോളജ് ഓഫ് മാത്സ്, സയൻസ്, എഞ്ചിനീയറിംഗ് ഫണ്ടമെന്റൽസ് ആൻഡ് എനി പ്രോബ്ലംസ്. അത് പ്യൂർലി നമ്മുടെ ടെക്നിക്കൽ കോഴ്സുകളിൽ നിന്നും നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. ആൻഡ് എഞ്ചിനീയറിംഗ് നോളജ് എന്നുള്ളത് നിങ്ങളുടെ എല്ലാ ടെക്നിക്കൽ കോഴ്സുകളിൽ നിന്നും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അടുത്തത് പ്രോബ്ലം അനാലിസിസ്. പ്രോബ്ലം അനാലിസിസ്, ഐഡന്റിഫൈ, ഫോർമുലേറ്റ്, റിസർച്ച് ലിറ്ററേച്ചർ. എന്ന് വെച്ചാൽ നിങ്ങൾ റിസർച്ച് ചെയ്യണം, പഴയ ലിറ്ററേച്ചർ, മറ്റുള്ളവർ ചെയ്ത വർക്കുകൾ നിങ്ങൾ പഠിക്കണം എന്നാണ് അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആൻഡ് അനലൈസ് കോംപ്ലക്സ് എഞ്ചിനീയറിംഗ് പ്രോബ്ലംസ്. സിമ്പിൾ എഞ്ചിനീയറിംഗ് പ്രോബ്ലംസ് അല്ല, കോംപ്ലക്സ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് പ്രോബ്ലംസ് അനലൈസ് ചെയ്ത് വി ഷുഡ് റീച്ച് സബ്സ്റ്റാൻഷിയേറ്റഡ് കൺക്ലൂഷൻസ് യൂസിങ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്സ്, നാച്ചുറൽ സയൻസസ് ആൻഡ് എഞ്ചിനീയറിംഗ് സയൻസസ്. എന്നുവെച്ചാൽ പുതിയ കോംപ്ലക്സ് പ്രോബ്ലംസ് നമ്മൾ വായിച്ച് മനസ്സിലാക്കി അത് അനലൈസ് ചെയ്ത് അത് ഏത് രീതിയിലൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം എന്ന് നമുക്ക് ഈ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് കൺക്ലൂഷൻസിലേക്ക് എത്താനായിട്ട് കഴിയണം. അതാണ് പ്രോബ്ലം അനാലിസിസ്. ഇതും പെട്ടെന്ന് ചാടി നേടാൻ പറ്റുന്ന കാര്യമല്ല. പതുക്കെ ആദ്യം ഐഡന്റിഫൈ ചെയ്യാൻ പഠിപ്പിക്കും, അത് കഴിഞ്ഞിട്ട് ഫോർമുലേറ്റ് ചെയ്യാൻ പഠിപ്പിക്കും, അത് കഴിഞ്ഞിട്ട് ലിറ്ററേച്ചർ, നേരത്തെ ഉണ്ടായിരുന്ന ലിറ്ററേച്ചർ റിസർച്ച് ചെയ്ത് അത് അനലൈസ് ചെയ്യാനായിട്ട് പഠിപ്പിക്കും. ആ രീതിയിലാണ് പതുക്കെ 8ാമത്തെ സെമസ്റ്ററിലാവുമ്പോഴത്തേനും ഇതൊക്കെ നിങ്ങൾ നേടിയെടുക്കണം ഒരു പരിധി വരെ എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ തേർഡ് വൺ, ഡിസൈൻ ഓർ ഡെവലപ്മെന്റ് ഓഫ് സൊല്യൂഷൻസ്. പ്രോബ്ലത്തിനെ അനലൈസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഈ ലെവലിലേക്ക് എത്തുന്നത്, ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, ഡിസൈൻ സൊല്യൂഷൻസ് ഫോർ കോംപ്ലക്സ് എഞ്ചിനീയറിംഗ് പ്രോബ്ലംസ് ആൻഡ് design system components or processes that meet the specified needs with appropriate consideration for public health and safety and cultural, societal and environmental considerations. എന്ന് വെച്ചാൽ സമൂഹത്തിന് ചേരുന്ന രീതിയിൽ, സമൂഹത്തിന് സഹായകരമായിട്ടുള്ള രീതിയിൽ ഇന്റലിജന്റ് ആയിട്ടും റെസ്പോൺസിബിൾ ആയിട്ടും എഞ്ചിനീയറിംഗ് പ്രോബ്ലംസിന് സൊല്യൂഷൻസ് ഡിസൈൻ ചെയ്യണം എന്നാണ് ഈ 3ാമത്തെ ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട് എയിം ചെയ്യുന്നത്. ഓക്കെ, 4ാമത്തേത് കണ്ടക്ട് ഇൻവെസ്റ്റിഗേഷൻസ് ഓഫ് കോംപ്ലക്സ് പ്രോബ്ലംസ്. എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതെന്ന് അത് കുറെ 5 പാർട്ടായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ദ പ്രോബ്ലംസ്, എന്താണ് ഈ കോംപ്ലക്സ് പ്രോബ്ലംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? Problems that cannot be solved by straightforward application of knowledge. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ക്ലാസ്സിൽ പഠിക്കുന്ന സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒന്നും അല്ല ഇത്. ഓക്കെ, cannot be solved using straightforward application of knowledge, theories and techniques applicable to the engineering discipline. അപ്പൊ ഇത് കോംപ്ലക്സ് ആകും. അടുത്തത്, പ്രോബ്ലംസ് that may not have a unique solution. ഒരു പർട്ടിക്കുലർ ആൻസർ അതിനുണ്ടാവില്ല. ഫോർ ആൻ എക്സാമ്പിൾ, a design problem can be solved in many ways and lead to multiple possible solutions. അപ്പൊ നമ്മളുടെ എന്തൊക്കെയാണോ നമ്മുടെ അസംഷൻസ്, എന്തൊക്കെയാണോ നമ്മുടെ ലിമിറ്റേഷൻസ്, ഇതിലൊക്കെ നിന്നുകൊണ്ട് കുറെ സൊല്യൂഷൻസ് ഉണ്ടാവാം ഒരു പ്രോബ്ലത്തിന് തന്നെ. ദാറ്റ് ഇസ് ഓൾസോ എ കോംപ്ലക്സ് പ്രോബ്ലം. അടുത്തത്, പ്രോബ്ലംസ് ദാറ്റ് റിക്വയർ കൺസിഡറേഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് കൺസ്ട്രെയിൻസ് ഓർ റിക്വയർമെന്റ്സ്. എന്ന് വെച്ചാൽ ഐഡിയൽ സിറ്റുവേഷൻ അല്ല, റിയൽ വേൾഡ് പ്രോബ്ലം ആണ്. And note explicitly given in the problem statement like cost limitation ഉണ്ടാവാം, പവർ റിക്വയർമെന്റിന് ലിമിറ്റേഷൻ ഉണ്ടാവാം, ഡ്യൂറബിലിറ്റി, എത്ര നാൾ വർക്ക് ചെയ്യും എന്നുള്ള, പ്രോഡക്റ്റിന്റെ ലൈഫ്. ഓക്കെ, അങ്ങനെ
ഒത്തിരി കൺസിഡറേഷൻസ് ഉള്ള പ്രോബ്ലംസും കോംപ്ലക്സ് പ്രോബ്ലംസിന്റെ കാറ്റഗറീസിൽ വരും. അടുത്തത് പ്രോബ്ലംസ് വിച്ച് നീഡ് ടു ബി ഡിഫൈൻഡ് അല്ലെങ്കിൽ മോഡൽഡ് വിതിൻ അപ്രോപ്രിയേറ്റ് മാത്തമാറ്റിക്കൽ ഫ്രെയിംവർക്ക്. എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ ഫ്രെയിംവർക്ക് യൂസ് ചെയ്ത് അതിന്റെ സൊല്യൂഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യണം, അങ്ങനത്തെ പ്രോബ്ലംസ്. അടുത്തത് പ്രോബ്ലംസ് ദാറ്റ് ഓഫൻ റിക്വയർ യൂസ് ഓഫ് മോഡേൺ കമ്പ്യൂട്ടേഷണൽ കോൺസെപ്റ്റ്സ് ആൻഡ് ടൂൾസ്. ഓക്കെ, ഇത്രയും 5 കാറ്റഗറി ആയിട്ടാണ് കോംപ്ലക്സ് പ്രോബ്ലത്തിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഈ പ്രോബ്ലംസിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിനാണ് ഈ 4ാമത്തെ ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട് എയിം ചെയ്യുന്നത്. 5ാമത്തേത് മോഡേൺ ടൂൾ യൂസേജ്. ഏത് ബ്രാഞ്ച് ആയാലും, ഇപ്പൊ നമ്മളിപ്പോ കമ്പ്യൂട്ടർ സയൻസ് ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ദാറ്റ് യു ഹാവ് ടു യൂസ് അപ്രോപ്രിയേറ്റ് അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്യണം. കമ്പ്യൂട്ടറിലെ പ്രോഗ്രാമിംഗ് പാരഡൈംസ് അല്ലെങ്കിൽ ഓരോ ഡിഫറെന്റ് മോഡൽസ് ഉണ്ടാവും, പ്രോഗ്രാമിംഗ് മോഡൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹാർഡ്വെയർ മോഡൽസ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, സോ മോഡേൺ ടൂൾസ് യൂസ് ചെയ്യണം എന്നുള്ളത് എനിക്ക് കമ്പ്യൂട്ടർ സയൻസിനോടോ IT-നോടോ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള ബ്രാഞ്ചുകൾ ആണ് സിവിലും മെക്കാനിക്കല് ഇലക്ട്രിക്കല്, അവരോടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്നതും പഠിക്കുന്നതും ആണ് ചെയ്യാൻ താല്പര്യം. അപ്പൊ അവിടെയൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇപ്പൊ ഒത്തിരിയും ടൂൾസ് അവൈലബിൾ ആണ്, അത് ഇന്റഗ്രേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അവർക്കത് ചെയ്യാൻ. ഫോർ us it is not a big problem because we learn all these things. നമ്മുടെ course is based on things that are coming up new. Okay, so modern tool usage, we should create, select and apply appropriate techniques, resources and modern engineering and IT tools എന്നുള്ളതാണ് ഞാൻ ഈ പ്രോഗ്രാം കോഡിംഗ് ബാക്ക്ഗ്രൗണ്ട് പറയുന്നത്. including prediction and modeling tools to complex engineering activities with an understanding of the limitations. Okay, രണ്ടിന്റെയും ലിമിറ്റേഷൻ, ഒന്ന് നമ്മുടെ പ്രോബ്ലത്തിന്റെ ഇമ്പോസ് ചെയ്യുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്, 2 നമ്മുടെ ടൂൾസ് ഇമ്പോസ് ചെയ്യുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതെല്ലാം കൂടെ എടുത്തിട്ട് വേണം നമുക്ക് ഏത് ടൂൾ യൂസ് ചെയ്യണം എന്ന് മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, സോ ദീസ് ആർ ദ ഫസ്റ്റ് 5 വിച്ച് ഇസ് ടോട്ടലി 100% എഞ്ചിനീയറിംഗ് ബേസ് ചെയ്തിട്ടുള്ള ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ്. ബാക്കിയുള്ളത് ഹ്യൂമാനിറ്റീസ് ബേസ് ചെയ്തിട്ടുള്ള, വെച്ചാൽ ഒരു മനുഷ്യൻ സൊസൈറ്റിയിൽ പ്രയോജനപ്രദമായ ഒരു ജീവിതം നയിക്കണം എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ആവശ്യമാണ്. ആൻഡ് ഫോർ us ഒരു എഞ്ചിനീയർ സൊസൈറ്റിയിൽ പ്രയോജനപ്രദമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഒരു പ്രൊഫഷണൽ ആകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം എന്നുള്ളതാണ് ബാക്കി പറയുന്ന 12 ആട്രിബ്യൂട്ട്സിലെ ബാക്കിയുള്ള എല്ലാ ആട്രിബ്യൂട്ട്സും, ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ്. നെക്സ്റ്റ് ഇസ് ദ എഞ്ചിനീയർ ആൻഡ് സൊസൈറ്റി. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എസ്പെഷ്യലി നൗ ഇതിന് ഭയങ്കര വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. engineer and society. Apply reasoning informed by the contextual knowledge to assess societal, health, safety, legal and cultural issues and the consequent responsibilities relevant to the professional engineering practice. എന്ന് വെച്ചാൽ നമ്മൾ ഒരു സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുമ്പം ആ സൊല്യൂഷൻ ആർക്കാണോ എയിം ചെയ്തിരിക്കുന്നത്, ഏത് ഏരിയ ആണ് അത്, ഒരു പർട്ടിക്കുലർ കൺട്രിയിലാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനാണെന്നുണ്ടെങ്കിൽ ആ സൊസൈറ്റിയിലുള്ള അവരുടെ ഹെൽത്ത്, സേഫ്റ്റി, ലീഗൽ, കൾച്ചറൽ ഇഷ്യൂസ് എല്ലാം കൺസിഡർ ചെയ്തിട്ടായിരിക്കണം നമ്മുടെ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി. എവിടെയാണേലും നമുക്ക് ഇപ്പൊ ആവശ്യമുള്ള ഒരു കാര്യമാണ്. ആൻഡ് യു ഹവ് ഗോട്ട് അതർ സബ്ജക്ട്സ് ഫോർ ദിസ് പർട്ടിക്കുലർ ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്. കാരണം നമ്മുടെ എല്ലാ എഞ്ചിനീയറിംഗ് പേപ്പറിലൊന്നും എൻവയോൺമെന്റും സസ്റ്റൈനബിലിറ്റിയും അഡ്രസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അതിനെ അഡ്രസ് ചെയ്യാൻ തന്നെ സ്പെസിഫിക് പേപ്പേഴ്സ് ഉണ്ട്. അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പാക്ട് ഓഫ് ദ പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ് ഇൻ സൊസൈറ്റൽ ആൻഡ് എൻവയോൺമെന്റൽ context and demonstrate knowledge of and need of sustainable development. Okay, so ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ഇത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. എഞ്ചിനീയർ സൊസൈറ്റി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം, എൻവയോൺമെന്റ് മനസ്സിലുണ്ടായിരിക്കണം, സസ്റ്റൈനബിലിറ്റി മനസ്സിൽ ഉണ്ടായിരിക്കണം. എത്തിക്സ്, no matter what job you are in, you need ethics. മനുഷ്യർക്ക് I don't know why ജനറേഷൻസ് പോകും തോറും ഈ എത്തിക്സ് എന്ന് പറയുന്നതിന്റെ വാല്യൂ ഡൈല്യൂട്ട് ആയിക്കൊണ്ടിരിക്കുക. ഞാൻ വളർന്ന സാഹചര്യം അല്ല ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ ethics is very important. We need to apply ethical principles and commit to professional ethics and responsibilities and norms of the engineering practice.
ഓക്കെ, എല്ലാ എഞ്ചിനീയറിംഗ് നമുക്ക് IEEE ആണ്. എല്ലാ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട്സിനും ഈ എത്തിക്സ്, പ്രൊഫഷണൽ എത്തിക്സ് സ്പെസിഫൈ ചെയ്യുന്ന ബോഡീസ് ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് അവയർനെസ് ഉണ്ടായിരിക്കണം. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ആ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. അടുത്തത് ഇൻഡിവിജ്വൽ ആൻഡ് ടീം വർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എവിടെ ജോലിക്ക് പോയാലും യു വിൽ ബി ഡൂയിങ് ബോത്ത് ഇൻഡിവിജ്വൽ വർക്ക് ആസ് വെൽ ആസ് ടീം വർക്ക്. ഇൻഡിവിജ്വൽ ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ എത്തിക്കലായിട്ട് കറക്റ്റ് ആയിട്ട് ഇഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ടീമിൽ വർക്ക് ചെയ്യുമ്പോഴും ആ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സോ ഫങ്ഷൻ ഇഫക്റ്റീവ്ലി ആസ് ആൻ ഇൻഡിവിജ്വൽ and as a member or leader in diverse teams and in multidisciplinary settings. Okay, multidisciplinary settings വളരെ ഇപ്പം മുൻതൂക്കം കൊടുക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് മാത്രം അറിഞ്ഞാൽ പോരാ, വി ഷുഡ് ബി ഏബിൾ ടു വർക്ക് വിത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടറും ചേർത്ത് ഏത് ഡിസിപ്ലിന്റെ കൂടെയും കമ്പ്യൂട്ടർ സയൻസ് എപ്പോഴും tandem വർക്ക് ചെയ്യുന്നതാണ്. ബിക്കോസ് മോസ്റ്റ് ഡിസിപ്ലിൻസ് റൈറ്റ് നൗ ഹാസ് ഗോട്ട് എ കോമ്പണന്റ് വിച്ച് ഇസ് സോഫ്റ്റ്വെയർ. അപ്പൊ നമ്മൾ എല്ലാ ടീമിലും മൾട്ടി ഡിസിപ്ലിനറി സെറ്റിംഗ്സിലും നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് നിർബന്ധിതരാകും. സോ വി ഷുഡ് ഹാവ് ദിസ് സ്കിൽ. അടുത്തത് കമ്മ്യൂണിക്കേഷൻ, which I told you already is very important. Communicate effectively on complex engineering activities with the engineering community. ഒന്ന്, അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ നമുക്ക് നന്നായിട്ട് സംസാരത്തിലൂടെ അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട്, 2 types of communication are there, both oral as well as written. രണ്ട് രീതിയിലും എഫക്റ്റീവ് ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഞാൻ പറയുന്ന കാര്യം തന്നെ ക്ലിയർ ആയിട്ട് മറ്റേ ആൾക്ക് മനസ്സിലാവണം. ഓക്കെ, അത് മാത്രമല്ല സൊസൈറ്റിയിൽ ആസ് എ ഹോൾ ഓൾസോ വി ഷുഡ് ബി, ലേമാൻ ആണെങ്കിൽ പോലും നമ്മളുടെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റണം. Okay, so it should be effective communication among engineering community and with the society at large, such as being able to comprehend എന്ന് വെച്ചാൽ മനസ്സിലാക്കുക, and write effective reports and design documentation, make effective presentations and give and receive. നമുക്ക് ഇൻസ്ട്രക്ഷൻ മനസ്സിലാവുകയും വേണം, എനിക്ക് ക്ലിയർ ആയിട്ട് ഇൻസ്ട്രക്ഷൻ തരാനും പറ്റണം. Okay, so give and receive clear instructions. 11, project management and finance. ഇത് വർക്കിൽ വരുമ്പോഴാണ് കൂടുതലും വരുന്നത്. എന്നാലും ഫൈനൽ ഇയർ കുറച്ച് കുട്ടികളൊക്കെ ഫണ്ടിങ് അപ്ലൈ ചെയ്ത് ഫണ്ടിങ് കിട്ടി യൂസ് ചെയ്ത് അപ്പോൾ നമ്മൾ പ്രസന്റ് ചെയ്യണം, നമ്മൾ എങ്ങനെയൊക്കെയാണ് പൈസ യൂസ് ചെയ്തത്, എവിടെയൊക്കെ പോയി, ഇതിന്റെയൊക്കെ റെസിപ്റ്റ് കീപ്പ് ചെയ്യാനും എടുക്കാനും ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, സോ പ്രോജക്ട് മാനേജ്മെന്റ് ആൻഡ് ഫൈനാൻസ് demonstrate knowledge and understanding of the engineering and management principles. മാനേജ്മെന്റ് ആയിട്ടുള്ള പേപ്പറുകളും നിങ്ങൾക്കുണ്ട്. സോ എക്കണോമിക്സിന്റെ കുറച്ച് പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്. സോ യു ഷുഡ് ബി ഏബിൾ ടു അവിടെ യു വിൽ ലേൺ എ ലോട്ട് ഓഫ് ദീസ് തിങ്സ് ആൻഡ് അപ്ലൈ ദീസ് ടു വൺസ് ഓൺ വർക്ക്, നമ്മുടെ ഓൺ പ്രോജക്ട്സിന്, ആൻഡ് ആസ് എ മെമ്പർ ഓർ എ ലീഡർ ഓഫ് എ ടീം to manage projects and in multidisciplinary environments. ലാസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എനിക്ക് തോന്നുന്ന ഒരു ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട് ആണ് ലൈഫ് ലോങ് ലേണിംഗ്. നമ്മളെ പഠിപ്പിച്ച് തരുന്ന കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലൂടെ പുതിയ പുതിയ കാര്യങ്ങൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാനായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാ എഞ്ചിനീയറിനും ഉണ്ടായിരിക്കണം ഇഫ് ഹി വാണ്ട്സ് ടു ബി സക്സസ്ഫുൾ. ഓക്കെ, സോ വി നീഡ് ടു റെക്കഗ്നൈസ് ദ നീഡ് for and have the preparation and ability. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കോഴ്സുകളിലൂടെ തന്നെ മൂക്ക് കോഴ്സുകൾ ചെയ്യാനായിട്ടും വർക്ക്ഷോപ്പുകൾ ചെയ്യാനായിട്ടും ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ട് ആക്ടിവിറ്റി പോയിന്റ്സ് നേടാനായിട്ട് ഇതിനൊക്കെ പ്രൊവിഷൻസ് യൂണിവേഴ്സിറ്റി ഇട്ടിട്ടുണ്ട്. സോ ദാറ്റ് യു ക്യാൻ ലേൺ വാട്ട് ഇസ് ലൈഫ് ലോങ് ലേണിംഗ്. തന്നെ പഠിച്ചെടുക്കുക എന്നുള്ളത് എങ്ങനെയാണ് എന്നുള്ളത് ഒരു ടേസ്റ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഈ 8 സെമസ്റ്ററിൽ ചെയ്യുന്നത്. ഓക്കെ, so that you are prepared and you have the ability to engage in independent and lifelong learning in the broadest context of technological change. Okay, but lifelong learning is required for any individual. It is not just for an engineer, though for an engineer it is important. Okay, for any individual നമുക്ക് ജീവിതകാലം മുഴുവനും പഠിക്കാനായിട്ട് നമ്മൾ തയ്യാറായിരിക്കണം. ചേഞ്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനും ആ ചേഞ്ചിനനുസരിച്ച് മാറാനും പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനും നമ്മളെ തന്നെ അഡാപ്റ്റ് ചെയ്യാനും നമ്മൾ തയ്യാറായിരിക്കണം. എന്നെങ്കിൽ മാത്രമേ പേഴ്സണൽ ലൈഫിലോ പ്രൊഫഷണൽ ലൈഫിലോ നമുക്ക് വി ക്യാൻ ബി സക്സസ്ഫുൾ. ഓക്കെ, സോ
That was the graduate attributes. Now, this is not just for നമ്മുടെ എന്താ പറയുക ലൈഫ് സ്കിൽസിന് വേണ്ടിയിട്ട് മാത്രമുള്ള കാര്യമല്ല ഇത്. This I have introduced to you as your staff advisor and as a teacher who has seen so many batches before your batch. Let me tell you, ഇപ്പോഴേ തൊട്ട് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം ഈ 12 കാര്യങ്ങൾ നേടിയെടുക്കാനാണ് നിങ്ങൾ ഈ 8 സെമസ്റ്ററും പരിശ്രമിക്കുന്നത്. ഓക്കെ, എല്ലാ കാര്യങ്ങളിലൂടെ, ഈവൻ വെൻ യു ടേക്ക് പാർട്ട് ഇൻ എ ആർട്സ് ഫെസ്റ്റിവൽ or in a cultural activity or in a technical fest, okay, co-curricular activities, extracurricular activities and curricular activities. ഈ 3 കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ഈ 12 ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സിനെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, now how are we going to, ഞങ്ങൾ ഇതിന് എല്ലാത്തിനും നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നുണ്ട്. ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുമ്പം we are giving you marks. And അവസാനം ഓരോ സ്റ്റുഡന്റും ഇത്ര ശതമാനം ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ്, ഒന്നാമത്തെ ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട് ഫസ്റ്റ് റോൾ നമ്പർ ഇത്ര ശതമാനം അറ്റൈൻ ചെയ്തു എന്ന് ഞങ്ങൾക്ക് മാർക്കിടത്തക്കവണ്ണം ഞങ്ങൾ നിങ്ങളെ അസസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഹൗ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ഡൺ, അതാണ് ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഐ എം ഗോയിങ് ടു അഗെയിൻ ഷെയർ ദ 10:30 ആയോ? ടൈം ആകുമ്പോ എന്നോട് പറയണേ, ബിക്കോസ് I cannot see anything else once I have selected a screen. Okay? Okay, thank you. Now, എങ്ങനെയാ ഞങ്ങൾ ഈ ചെയ്യുന്നത്? First of all, sorry, screen പോയെന്ന് തോന്നുന്നു. Okay, 1 second. Can you see the CO mapping, CO and PO mapping? Yes, ma'am. Yes, ma'am. Okay, good. Okay, that's good. Now, ടോട്ടൽ മാർക്സ് 100 മാർക്കാണ് നമ്മുടെ ഈ പേപ്പറിന്. അപ്പൊ CIE എന്ന് പറയുന്നത് നമ്മുടെ കോഴ്സിന്റെ ഇന്റേണൽ എക്സാമിനേഷൻസും ESE എന്ന് പറയുന്നത് ഫൈനൽ എക്സാമിനേഷൻ, എക്സ്റ്റേണൽ എക്സാമിനേഷന്റെ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതിൽ രണ്ടും കൂടെ ചേർന്നാണ് 100 മാർക്ക്. ഈ ലൈഫ് സ്കിൽസിന്റെ കഥയാണ് പറയുന്നത്. ഫോർ എവറി സബ്ജക്ട് ഇറ്റ് ഇസ് ഡിഫറെന്റ്. സോ ഇന്റേണൽ മാർക്സ് 50 മാർക്കും എക്സ്റ്റേണൽ മാർക്ക് 50 മാർക്കും രണ്ടും കൂടെ ചേർന്ന് 100 മാർക്ക്. 2 മണിക്കൂറുള്ള ഒരു എക്സാമിനേഷൻ ആണ് ഫൈനൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ, കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷന്റെ ഡിസ്ട്രിബ്യൂഷൻ, 50 മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ 10 മാർക്ക് അറ്റൻഡൻസ്. അപ്പൊ ഈ മാർക്ക് എങ്ങനെയാ തരാൻ പോകുന്നത്? കൃത്യമായിട്ട് നിങ്ങളുടെ അറ്റൻഡൻസിന്റെ പെർസെന്റേജ്. അപ്പൊ ഒരാൾക്ക് 80% അറ്റൻഡൻസ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഈ 80% അറ്റൻഡൻസ് നമുക്ക് ആവശ്യമുള്ളത് 75% അറ്റൻഡൻസാണ്. 75% അറ്റൻഡൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, സോ യു വിൽ ബി കോഴ്സ് ഔട്ട് ആകും. അടുത്ത പ്രാവശ്യം വീണ്ടും കോഴ്സ് രജിസ്റ്റർ ചെയ്ത് പഠിച്ച്, അല്ലെങ്കിൽ സമ്മർ കോഴ്സ്, 2 രീതിയിലാണ് അത് യൂണിവേഴ്സിറ്റി ഹാൻഡിൽ ചെയ്യുന്നത്. ഏതെങ്കിലും ഒന്നിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ ഈ അറ്റൻഡൻസ് അറ്റൈൻ ചെയ്തിട്ട് നിങ്ങൾ പരീക്ഷ എഴുതണം. ഓക്കെ, സോ അത് വളരെ സിമ്പിൾ ആയിട്ടാണ് മാർക്ക് ഇടുന്നത്. 80% മാർക്കുള്ള ഒരു കുട്ടിക്ക് 8 മാർക്ക് കിട്ടും 10-ൽ. 100% മാർക്കുള്ള ഒരു കുട്ടിക്ക് 10 മാർക്ക് കിട്ടും 10-ൽ. ഓക്കെ, പിന്നെ ഇതിനെല്ലാത്തിനും ടീച്ചേഴ്സിന് ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. 75% കുറവുള്ള ഒരു വ്യക്തിക്ക് എന്താണെന്ന് പറഞ്ഞാലും 10 മാർക്ക് അറ്റൻഡൻസ് കൊടുക്കത്തില്ല. ഓക്കെ, അപ്പൊ അതൊക്കെ ഞങ്ങൾ സാധാരണ ഗതിയിൽ ഇച്ചിരി ഒന്ന് കണ്ണടയ്ക്കും. എന്നാൽ പോലും 65% ഫോർ കണ്ടനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൈസ യൂണിവേഴ്സിറ്റിയിൽ അടച്ചിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. അത് 2 പ്രാവശ്യമേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വന്ന കുട്ടികൾ അവർക്ക് അറ്റൻഡൻസ് ആ രീതിയിലൊക്കെ പോയപ്പം 65% ഉണ്ടെങ്കിൽ അവർക്ക് കണ്ടനേഷൻ അടക്കാനായിട്ടുള്ള ചാൻസ് യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പൊ അതിനനുസരിച്ചൊക്കെ ഞങ്ങൾ മാർക്ക് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യും. But generally, this is the idea of the university. 100% മാർക്കിന് 10 മാർക്ക്, സോറി അറ്റൻഡൻസിന് 10 മാർക്ക്. ഓക്കെ, അടുത്തത് റെഗുലർ അസസ്മെന്റ്. റെഗുലർ അസസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദ സെമസ്റ്റർ നമുക്ക് പല ടെസ്റ്റുകളും ഇപ്പൊ ഈ കോഴ്സിന് ഡിഫറെന്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ഐ വിൽ ടെൽ യു ഹൗ ഇറ്റ് ഇസ്. ഓക്കെ, 15 മാർക്ക് ഈ കേസിൽ റെഗുലർ അസസ്മെന്റ്. അതിൽ താഴെ നിങ്ങൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ 15 മാർക്കിലെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഞാൻ പല സെഷൻസ് ആയിട്ട് നടത്തും. അതിനൊക്കെ ഞാൻ മാർക്ക് ഇടും.
എന്നിട്ട് 9 മാർക്ക് ഗ്രൂപ്പ് ഡിസ്കഷനാണ്. ഓക്കെ, ഈ 9 മാർക്കിനെ ഫെർദർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോർ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് 3 മാർക്ക്, സബ്ജക്ട് ക്ലാരിറ്റി 2 മാർക്ക്, ഗ്രൂപ്പ് ഡൈനാമിക്സ് 2 മാർക്ക്, ബിഹേവിയർ ആൻഡ് മാനറിസം 2 മാർക്ക്. Okay, I'll be taking another session to give you details about group discussion and things like that. So I'm not going into more details. Okay, പിന്നെ ആ 15 മാർക്കിന്റെ ബാക്കി 6 മാർക്ക് എന്ന് പറയുന്നത് പ്രസന്റേഷൻ എന്നുള്ളതാണ്. ഇൻഡിവിജ്വൽ പ്രസന്റേഷൻ ഉണ്ടാവും. ഈ 6 മാർക്ക് ഇസ് ഡിവൈഡഡ് ഇൻ ടു അഗെയിൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽ 2 മാർക്ക്, പ്ലാറ്റ്ഫോം സ്കിൽ. പ്ലാറ്റ്ഫോം സ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ അത് എത്രത്തോളം നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ, നമ്മൾ ക്ലാസ് റൂം ആണ് നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നതെങ്കിൽ ആ ക്ലാസ് റൂമിലേക്ക് നിങ്ങൾക്ക് വന്ന് ആ സ്പേസ്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്പേസ് നിങ്ങൾ എത്രത്തോളം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്ലാറ്റ്ഫോം സ്കിൽസ് കൊണ്ട് പറയുന്നത്. ഒരിടത്ത് തന്നെ അനങ്ങാതെ നിന്നാണ് നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നതെങ്കിൽ ഈ 2 മാർക്കിൽ 0 ആയിരിക്കും നിങ്ങളുടെ മാർക്ക്. ഓക്കെ, പിന്നെ നിങ്ങൾ ഏത് ടോപ്പിക് ആണോ പ്രസന്റ് ചെയ്യുന്നത് അതാണ് സബ്ജക്ട് ക്ലാരിറ്റി ഓർ നോളജ്. ആ സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതാണ് സബ്ജക്ട് ക്ലാരിറ്റി ഓർ നോളജ് 2 മാർക്ക്. ഇങ്ങനെ 15 മാർക്കാണ് നിങ്ങളുടെ ഇവിടെ പറയുന്ന റെഗുലർ അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ 25 മാർക്ക് എന്ന് പറയുന്നത് സീരീസ് ടെസ്റ്റാണ്. ഇവിടെ എഴുതിയിരിക്കുന്നു ഒരു ടെസ്റ്റേ ഉള്ളൂ ആൻഡ് ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ് ദ ഫസ്റ്റ് 3 മോഡ്യൂൾസ്. പക്ഷേ എല്ലാ വർഷവും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, ടെസ്റ്റ് നടത്തിയില്ലെങ്കിൽ പരീക്ഷയ്ക്ക് അവസാനം നിങ്ങൾ പോയി ഒന്നും എഴുതൂല. അതുകൊണ്ട് ഞാൻ 2 ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. ഒരു ടെസ്റ്റ് ആദ്യത്തെ ഫസ്റ്റ് മോഡ്യൂൾ 3 മോഡ്യൂൾസും, സെക്കൻഡ് ടെസ്റ്റ് തീർന്നു കഴിയുമ്പം 2 മോഡ്യൂളും, 4th മോഡ്യൂൾ ആൻഡ് 5th മോഡ്യൂൾ. 5 മോഡ്യൂളാണ് നമുക്കുള്ളത്. ആദ്യത്തെ 3 മോഡ്യൂൾ വെച്ച് കമ്പൽസറി ആണല്ലോ ടെസ്റ്റ്, അത് ഞാൻ കണ്ടക്ട് ചെയ്യും. അതിന് 25 മാർക്കിൽ. പിന്നത്തെ 2 മോഡ്യൂൾ വെച്ചിട്ടും ഞാൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയും കൂടെയാണ് അത് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഇസ് യുവർ 25 മാർക്സ്. ഓക്കെ, പിന്നെ എൻഡ് ഓഫ് സെമസ്റ്റർ എക്സാമിനേഷൻ 2 മണിക്കൂറുള്ള 2 സെക്ഷൻ ആയിട്ട് തിരിച്ചിരിക്കുന്നത്. ദിസ് ഐ വിൽ ഗിവ് യു മോർ ഡീറ്റെയിൽസ് later on, and I will നമ്മളുടെ സിലബസ് പഠിക്കുന്നതിലൂടെ എക്സാം എഴുതാനായിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം they have divided it into part A ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. ഈ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് 25 മാർക്ക് നിങ്ങൾ പഠിപ്പിക്കുന്നത് പഠിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നേടിയെടുക്കാവുന്നതാണ് ഈ 25 മാർക്ക്. പക്ഷേ കേസ് സ്റ്റഡി ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ട്രെയിനിങ് തരുന്നതായിരിക്കും. ഐ വിൽ യൂസ് ദ ലാബ് സ്ലോട്ട്സ് ഫോർ ദാറ്റ് ഓൾസോ. ആൻഡ് നിങ്ങൾക്ക് ഐ വിൽ കീപ് ഓൺ ട്രെയിനിങ് യു. പല ഡിഫറെന്റ് മെത്തേഡ്സിൽ ഐ വിൽ ട്രെയിൻ യു സോ ദാറ്റ് ആ ഒരു സെക്ഷനും കൂടെ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തക്കോണം. ഇതിലേതെങ്കിലും ഒരു സെക്ഷൻ മര്യാദക്ക് 25 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയാൽ ജയിച്ചു. അതാണല്ലോ നമ്മുടെ എയിം. അപ്പൊ 2 സെക്ഷനും ഒരുവിധം നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനേ ഇല്ല. ഓക്കെ, ഐ വിൽ ഡിസ്കസ് ദ റെസ്റ്റ് ഓഫ് ദോസ് തിങ്സ്. ഇത് സിലബസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങളുടെ ഗ്രൂപ്പ് ആയി കഴിയുമ്പോഴേ ഞാൻ എനിക്ക് അയച്ചു തരാനായിട്ട് നിവർത്തിയുള്ളൂ. കാരണം ഞാൻ ഈ ഡ്രൈവിന് ഷെയർ ചെയ്യുമ്പോഴും ഐ എം നോട്ട് ഏബിൾ ടു ഗിവ് ആക്സസ് ടു എവ്രിബഡി. ഇമെയിൽ ഉണ്ടെങ്കിലാണ് എനിക്കത് ആക്സസ് തരാനായിട്ട് പറ്റത്തുള്ളൂ. സോ യു ഹാവ് ടു ബി പേഷ്യന്റ്. വൺസ് ഐ ക്രിയേറ്റ് ദ ഇമെയിൽ ഗ്രൂപ്പ് ഫോർ യോൾ, ഐ വിൽ സെൻഡ് ഓൾ ദീസ് തിങ്സ് ടു യു. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യുക. ദീസ് ആർ ഓൾ സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഓഫ് ഈച്ച് ഔട്ട്കം. Of course, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യും. ഐ വിൽ ഓൾവേസ് കണ്ടക്ട് എ റിവിഷൻ. സോ you will not have a problem there, hopefully. And then we have our syllabus. Okay, ഓരോ ക്ലാസ് എടുക്കുന്ന സമയത്തായിരിക്കും ഞാൻ നിങ്ങളുടെ സിലബസ് നിങ്ങളോട് ക്ലിയർ ആയിട്ട് പറയുന്നത്. The first section will be overview of life skills. അതിൽ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ലൈഫ് സ്കിൽസ് ഫോർ എ പ്രൊഫഷൻ, ഫോർ പ്രൊഫഷണൽസ്, അതിൽ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. സെൽഫ് അവയർനെസ്, സ്ട്രെസ് മാനേജ്മെന്റ്, കോപ്പിംഗ് വിത്ത് ഇമോഷൻസ്. ഓക്കെ, then Module 3 21st century skills. Then steps for problem solving. Group and team dynamics ആണ് Module 4 and Module 5 is leadership. ഇങ്ങനെ 5 മോഡ്യൂൾ ആയിട്ടാണ് നമുക്ക് തിരിച്ചിരിക്കുന്നത്. ലാബും ഇവിടെ ക്ലിയർ ആയിട്ട് ആക്ടിവിറ്റീസ് പറയുന്നുണ്ട്. ഈ ആക്ടിവിറ്റീസ് ഓഫ് കോഴ്സ് ഐ വിൽ ബി കണ്ടക്ടിങ് ഇൻ ദ ലാബ് സെഷൻസ്. അപ്പൊ നിങ്ങൾക്ക് സിസ്റ്റം വേണം. Those who do not have ലാപ്ടോപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിസ്റ്റത്തിലേക്ക്
കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് ആക്സസ് ഇല്ലാത്തവർ എന്നെ ഒന്ന് വിവരം അറിയിക്കണം, സെപ്പറേറ്റ്ലി എന്നെ അറിയിച്ചാൽ മതി. ആൻഡ് നമ്മുടെ എന്താ പറയാ, മൊബൈലിലൂടെ ഇതൊക്കെ ചെയ്തെടുക്കാൻ ഇത്തിരി പാടാണ്. പക്ഷെ ലൈക്ക് ഇഫ് യു ക്യാൻ ഡു ഇറ്റ് ബൈ ദ മൊബൈൽ കുറെയൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ വി വിൽ സീ വാട്ട് ക്യാൻ ബി ഡൺ. ഓക്കെ, അങ്ങനെ ലാബ് സെഷൻസ് ആണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഈ ലാബ് സെഷൻസ് കൂടാതെ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു സെക്ഷനും കൂടെ ഉണ്ട്. അതും ഐ വിൽ ബി കണ്ടക്ടിങ് ഇൻ ദ ലാബ്. നമ്മുടെ ആ കേസ് സ്റ്റഡി സെക്ഷൻ അതും ഐ വിൽ ബി കണ്ടക്ടിങ് ആസ് ലാബ് സെഷൻസ്. ഓക്കെ, നൗ